മാർവലിലാണെങ്കിലും ഡി സിയിലാണെങ്കിലും നമ്മൾ ഒരുപാട് സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. മെയിനായിട്ടുള്ള ഈ കോമിക് ക്യാരക്ടേഴ്സൊക്കെ ലൈവ് ആക്ഷനിലേക്ക് സിനിമയായിട്ട് വരുമ്പോൾ അത് അത്രയ്ക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഓഡിയൻസിൽ എത്താൻ വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള കാരണം ആ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന ആക്ടേഴ്സാണ്. അങ്ങനെ ഒരുപാട് ഐക്കോണിക് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സും ആക്ടേഴ്സും ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മാർവലിലും ഡി സിയിലും ഓൾറെഡി തന്നെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അതായത് ചില ക്യാരക്ടേഴ്സൊക്കെ ആ ആക്ടേഴ്സ് ചെയ്തുകൊണ്ടാണ് അത്രയും നന്നായത്. വേറൊരു ആക്ടറിനെ ആ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്ത് പോലും നോക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ആ ക്യാരക്ടറിനെ ആ ഒരു ആക്ടർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന പല ക്യാരക്ടേഴ്സും ഇതേപോലുള്ളത് ശരിക്കും ആ ഒരു ആക്ടേഴ്സിലേക്ക് ആ റോൾ എത്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ റോളിന് വേണ്ടിയിട്ട് വേറെ ഒരുപാട് ആക്ടേഴ്സും ഓഡിഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആക്ടേഴ്സൊക്കെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ ആ ഓഡിഷനിലുണ്ടായിരുന്ന മറ്റേ ആക്ടേഴ്സിന് ഈ റോളൊക്കെ പോയേനെ. അതേപോലെ തന്നെ ഒരു ക്യാരക്ടറിൻ്റെ ഓഡിഷന് വേണ്ടിയിട്ട് വന്നിട്ട് അവസാനം വേറെ ആ ഒരു പടത്തിൽ തന്നെ വേറൊരു ആക്ടറായിട്ട് വേറൊരു ക്യാരക്ടറിന് വേണ്ടി മാറേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സും ഉണ്ട്. എന്നിട്ട് ആ മാറിയിട്ടുള്ള ആ ക്യാരക്ടേഴ്സും ഐക്കോണിക് ആക്കി മാറ്റിയിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്. സോ അങ്ങനെയുള്ള ആ ആക്ടേഴ്സും അവർക്ക് മിസ്സായിട്ടുള്ള ആ റോൾസ് ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് മാർവലിൻ്റെ എല്ലാം തുടങ്ങി വെച്ചാൽ നമ്മുടെ RDJ തന്നെ വരാം, അയൺമാൻ. ആക്ച്വലി ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന അയൺമാനായിട്ട് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ RDJ ആയിരുന്നില്ല. 2008 ആ ടൈമിലൊക്കെയാണ് നമ്മുടെ അയൺമാൻ ഫസ്റ്റ് 1 റിലീസാവുന്നത്. മാർവലാണ് അതൊക്കെ പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ക്യാപ്റ്റൻ അമേരിക്ക, ഫസ്റ്റ് അവഞ്ചർ അങ്ങനെയുള്ള കുറച്ച് പടങ്ങൾക്ക് ശേഷം അവഞ്ചേഴ്സൊക്കെ റിലീസായതിനു ശേഷമൊക്കെയാണ് നമ്മുടെ ഡിസ്നി ഈ മാർവലിനെ ഏറ്റെടുക്കുന്നതും അങ്ങനെ ഒരു വലിയ ബ്രാൻഡായിട്ട് തന്നെ മാർവൽ മാറുന്നതും. പക്ഷേ മാർവലിന് ഈ ഫസ്റ്റ് പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് അത്യാവശ്യം നല്ലവണ്ണം പോകണം. അതുകൊണ്ട് തന്നെ ഈ അയൺമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള ഒരു ആക്ടറിനെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ അവരുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ടുണ്ടായിരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ടോം ക്രൂസ് ആണ്. അങ്ങനെ ആ ടോം ക്രൂസിൻ്റെ എടുത്തിട്ട് ഈ റോളിന് വേണ്ടിയിട്ട് അവർ അപ്രോച്ച് ചെയ്തതുമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളി അത് ഡിസഗ്രി ചെയ്തു. കാരണം അന്ന് ടോം ക്രൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മെയിനായിട്ട് ഈ അയൺമാൻ എന്ന് പറയുന്നത് ഒരു സൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അതായത് പുള്ളിയുടെ ഫേസിന് വലിയ വാല്യൂ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ആ ടൈമിൽ അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുള്ളി അഭിനയിക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഫേസ് കാണുന്ന പോലെ ആയിരിക്കണം ആ സൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ഡിമാൻഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഫേസ് കാണിക്കുന്ന പോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ അയൺമാൻ്റെ ആ ഒറിജിനാലിറ്റി തന്നെ പോവും. അതുകൊണ്ട് തന്നെ ആ ടോം ക്രൂസ് എന്നുള്ള ആ സംഭവത്തിൽ നിന്ന് മാറിയിട്ട് പിന്നെയാണ് നമ്മുടെ ജോൺ ഫാവറോ നമ്മുടെ RDJനെ കൊണ്ടുവരുന്നത്. പിന്നെ എന്താ നടന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ, റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. അതായത് ആ ഒരൊറ്റ മനുഷ്യൻ ആ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ട് ആ മൊത്തം മാർവലിൻ്റെ തലവര തന്നെ മാറിപ്പോയി. ഇപ്പോൾ അയൺമാൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ RDJ അല്ലാതെ വേറെ ഒരാളെ വെച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഡൂംസ്ഡേയിൽ ഇത്ര ഹൈപ്പ് വരാൻ വേണ്ടി കാരണം ഡോക്ടർ ഡൂം വരുന്നതുകൊണ്ടൊന്നല്ല, RDJ തിരിച്ച് വരുന്നതുകൊണ്ടാണ്. പക്ഷേ എന്നാലും ഒരുപാട് പേർക്ക് കുറച്ച് മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കാലം അയൺമാനായിട്ട് കണ്ട ഒരു പുള്ളിനെ എങ്ങനെ ഡോക്ടർ ഡൂമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മുടെ മാർവൽ റൂസോ ബ്രദേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുമായിരിക്കും. അതേപോലെയുള്ള പിന്നെ വേറൊരു ക്യാരക്ടറാണ് നമ്മുടെ ടോം ഹിഡിൽസൺ, അതായത് നമ്മുടെ ലോക്കി തന്നെ. ആക്ച്വലി ഈ മാർവലിൻ്റെ ഓഡീഷനൊക്കെ നടക്കുന്ന ടൈമിൽ നമ്മുടെ ടോം ഹിഡിൽസൺ, അതായത് തോർ 1 ആ ഓഡീഷനൊക്കെ നടക്കുന്ന ആ ടൈമിൽ ടോം ഹിഡിൽസൺ വന്നിട്ടുണ്ടായിരുന്നത് ലോക്കിക്ക് വേണ്ടി ഓഡിഷൻ ചെയ്യാനോ ആ ഒരു ക്യാരക്ടർ അഭിനയിക്കാൻ വേണ്ടിയിട്ടോ ആയിരുന്നില്ല. പുള്ളി അവിടെ ഓഡിഷൻ ചെയ്തത് നമ്മുടെ തോറായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് തോറായിട്ട് പുള്ളിയുടെ ആ സ്ക്രീൻ ടെസ്റ്റും ചില കാര്യങ്ങളൊക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പുള്ളിയുടെ ആ സ്ക്രീൻ ടെസ്റ്റ് ആ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും തോറായിട്ട് പുള്ളി എന്തായാലും സെറ്റാവില്ലായിരുന്നു. അതായത് പുള്ളിയുടെ ആ ബ്ലോൺ ഹെയർ ഒക്കെ വെച്ചിട്ട് തോറായിട്ട് തന്നെ പുള്ളി ആ സ്ക്രീൻ ടെസ്റ്റൊക്കെ നടത്തിയതുമാണ്. പക്ഷേ പുള്ളിയുടെ ആക്ടിങ് നന്നായിരുന്നു, പക്ഷേ ആ തോറായിട്ട് പുള്ളി സെറ്റാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ പുള്ളിയുടെ ആക്ടിങ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോള് പുള്ളിക്ക് കൊടുക്കുകയാണ്, അതാണ് ലോക്കി. ഇപ്പോൾ മൊത്തം മൾട്ടിവേഴ്സിനെ തന്നെ താങ്ങി നിൽക്കുന്ന ദൈവമായിട്ട് ലോക്കി മാറി. സോ എന്തുകൊണ്ട് പുള്ളിക്ക് നഷ്ടപ്പെട്ട ഒരു റോളിനേക്കാളും വലിയൊരു റോൾ തന്നെ ഇപ്പോൾ പുള്ളിക്ക് കിട്ടി. അതേപോലെ തന്നെ ഈ തോറിൻ്റെ റോളിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് ഓഡിഷൻ ചെയ്തിട്ടാണ് കയറിയിട്ടുള്ളത്. പക്ഷേ ഈ ക്രിസ് ഹെംസ്വർത്തിനെ പോലെ തന്നെ പുള്ളിയുടെ ബ്രദറായിട്ടുള്ള ലിയാം ഹെംസ്വർത്തും ഈ തോറിൻ്റെ ക്യാരക്ടറിന് വേണ്ടി ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മുടെ ക്രിസ് ഹെംസ്വർത്തിനെ ഒരു പെർഫെക്റ്റ് തോറായിട്ട് അവർ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ക്രിസ് ഹെംസ്വർത്തിനെ കാസ്റ്റ് ചെയ്തു. നമ്മുടെ ലിയാം ഹെംസ്വർത്തിനൊക്കെ അങ്ങ് സൈഡാക്കി കളഞ്ഞു. പക്ഷേ പുള്ളീനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന പോലെ നമ്മുടെ റാഗ്നറോക്കിലും തോർ ലവ് ആൻഡ് തണ്ടറിലൊക്കെ ആ ഒരു നാടകത്തിൻ്റെ സീന് കാണിക്കുമ്പോൾ അതിൽ തോറായിട്ട് നമ്മുടെ ഈ ഓഡിഷനിൽ അഭിനയിച്ചിട്ടുള്ള പുള്ളിയുടെ ബ്രദറിനെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചേക്കുന്നു, അത്ര തന്നെ. ഇനി ഇപ്പുറത്ത് നമ്മുടെ DC വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ ഡാർക്ക് നൈറ്റ്, അതിൽ ബാറ്റ്മാനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ക്രിസ്ത്യൻ ബേൽ ഇതുവരെ വന്നിട്ടുള്ള മൊത്തം ബാറ്റ്മാൻസിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്റ്മാനായി മാറുകയും ചെയ്തു. പക്ഷേ ഈ ബാറ്റ്മാൻ റോളിന് വേറെ ഒരാളും കൂടി ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ കിലിയൻ മർഫിയാണ്.
പക്ഷേ ഇതിൽ വേറൊരു ട്വിസ്റ്റും കൂടി ഉണ്ട്. അതായത് ഇതിൽ വില്ലനായിട്ടുള്ള നമ്മുടെ സ്കാർക്രോയുടെ റോളിന് വേണ്ടിയിട്ട് നമ്മുടെ RDJയും ഓൾറെഡി ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഓൾമോസ്റ്റ് അത് ഏതാണ്ട് സെറ്റാവുന്ന ആ ടൈമിലാണ് നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ ആ സ്കാർക്രോ ആയിട്ട് വേറൊരാളെ കാസ്റ്റ് ചെയ്യുന്നത്. അത് വേറെ ആരെയല്ല, ഈ ബാറ്റ്മാനായിട്ട് ഓഡിഷൻ ചെയ്യാൻ വന്നിട്ടുള്ള നമ്മുടെ കിലിയൻ മർഫീനെയാണ്. അങ്ങനെ പുള്ളിനെ ഫൈനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ RDJക്ക് ആ സ്കാർക്രോ എന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടർ നഷ്ടപ്പെട്ടു. അതെന്തുകൊണ്ടും നന്നായല്ലോ. ഇനി അടുത്തതാണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക. ആക്ച്വലി ഈ ക്യാപ്റ്റൻ അമേരിക്ക റോളിൽ ഇപ്പോൾ മാർവലിൽ തന്നെ ഓൾറെഡി ഉള്ള 2 ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ട് അഭിനയിക്കുന്ന ആക്ടേഴ്സ് ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വെറുതെ അങ്ങ് തള്ളി വിടുന്നതല്ല. ഇതിൻ്റെ ഈ മാർവലിൻ്റെ തന്നെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള സാറാ ഫിന്നെ തന്നെ ഒഫീഷ്യലി തന്നെ കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഫുട്ടേജസ് ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അങ്ങനെ ആ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് വേണ്ടി ഓഡിഷൻ ചെയ്തിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് നമ്മുടെ സെബാസ്റ്റ്യൻ സ്റ്റാൻ. അതായത് ഇപ്പോൾ കറണ്ടായിട്ടുള്ള നമ്മുടെ ബക്കി ബാൺസ്. ആക്ച്വലി പുള്ളിയുടെ ഫിസിക്കും എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു ആ ഒരു പടത്തിൽ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് വേണ്ടിയിട്ട്. പക്ഷേ പുള്ളിയുടെ ആക്ടിങ് കുറച്ചൊരു ഒരു ഡാർക്കറായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് പുള്ളിനെ ആ റോൾ കൊടുക്കാതെ ക്യാപ്റ്റൻ്റെ ഫ്രണ്ടായിട്ടുള്ള ബക്കി എന്നുള്ള റോൾ കൊടുക്കുമായിരുന്നു. അതായത് കുറച്ചും കൂടി ഒരു എനർജറ്റിക് ആൻഡ് ഒരു ഓറയുള്ള ഒരു സാധനം വേണമായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട്. ആ ഒരു കാര്യമാണ് അവർ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുള്ളിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും ഒട്ടും മോശമില്ലാത്ത ഒരു നല്ല റോൾ തന്നെ പുള്ളിക്ക് പിന്നെ കിട്ടുകയും ചെയ്തല്ലോ. ആക്ച്വലി ഇപ്പോഴുള്ള എല്ലാ ഫാൻസിനും ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ആ പൊട്ട സാം വിൽസൻ്റെ കയ്യിൽ ആ ക്യാപ്റ്റൻ അമേരിക്കയുടെ ചട്ടി കൊടുത്തിട്ട് പുള്ളിനെ ക്യാപ്റ്റൻ അമേരിക്ക ആക്കിയതിന് പകരം ഈ നമ്മുടെ ബക്കിയുടെ കയ്യിൽ കൊടുത്തിട്ട് പുള്ളിനെ ആക്കിയാൽ മതിയായിരുന്നു. ഒരു കണക്കിന് അതായിരുന്നു നല്ലത്. അതേപോലെ തന്നെ ഈ ക്യാപ്റ്റൻ അമേരിക്ക റോളിന് വേണ്ടിയിട്ട് ഓഡിഷൻ ചെയ്തിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് നമ്മുടെ ക്രിസ് പ്രാറ്റ്. അതായത് ഇപ്പോൾ കറണ്ടായിട്ടുള്ള നമ്മുടെ സ്റ്റാർ ലോർഡ്. അതായത് ഫസ്റ്റ് അവഞ്ചറിൻ്റെ ആ ടൈമിൽ ആ ഒരു ടൈം പീരീഡിലൊക്കെ നമ്മുടെ ക്രിസ് പ്രാറ്റ് പുള്ളിയുടെ ആ കരിയറിൽ മെല്ലെ പൊങ്ങി വരുന്ന ആ ടൈമായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പുള്ളിക്ക് ആ റോൾ കൊടുക്കാതിരുന്നത്. കാരണം ആ ടൈമിൽ മാർവലിനും അവരുടെ പടങ്ങൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള ഒരു ആക്ടറിനെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതേസമയം നമ്മുടെ ക്രിസ് ഇവാൻസ് ആണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത്യാവശ്യം എല്ലാവർക്കും പരിചയമുള്ള ഒരു ക്യാരക്ടറാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജെയിംസ് ഗണ്ണ് വന്നു. നമ്മുടെ ക്രിസ് പ്രാറ്റിന് പുള്ളി അർഹിച്ചതിനേക്കാളും നല്ലതായിട്ടുള്ള റോൾ തന്നെ കിട്ടി. സ്റ്റാർ ലോട്ട്, നമ്മുടെ ഗാർഡിയൻസിൻ്റെ തന്നെ മെയിൻ നെടുന്തൂണായിട്ടുള്ള സ്റ്റാർ ലോട്ട്. അങ്ങനെയുള്ള വേറൊരു ആക്ട്രസ്സാണ് നമ്മുടെ കാരൻ ഗില്ലൻ. അതായത് ഇപ്പോൾ നമ്മുടെ MCUയിലുള്ള നെബ്യുല. ആക്ച്വലി പുള്ളിക്കാരുടെ ഈ ഓഡിഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, ദ വിൻ്റർ സോൾജർ, പിന്നെ സിവിൽ വാറിൻ്റെ ആ ടൈമിലൊക്കെയാണ്. ആ ടൈമിൽ ഈ നമ്മുടെ കാരൻ ഗില്ലൻ വന്നിട്ടുണ്ടായിരുന്നത് ഷാരൺ കാർട്ടർ എന്ന് പറയുന്ന ആ റോളിന് വേണ്ടിയിട്ട് ഓഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ പുള്ളിക്കാരത്തിയുടെ ആ ആക്ടിംഗ് ഒക്കെ കുറച്ചും കൂടി ഒരു ഈവിൾനെസ് പുള്ളിക്കാരത്തിയുടെ മുഖത്ത് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പടത്തിൻ്റെ തന്നെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള സാറാ ഫിന്ന് പുള്ളിക്കാരത്തിനെ മാറ്റുമായിരുന്നു അവിടുന്ന്. അതിനുശേഷമാണ് പുള്ളിക്കാരത്തിനെ വേറെ തന്നെ ഒരു പടത്തിലേക്ക് ഈ സാറാ ഫിൻ തന്നെ കാസ്റ്റ് ചെയ്യുകയും ചെയ്തത് നെബ്യുലയായിട്ട്. അങ്ങനെ അടുത്ത ആക്ടറാണ് നമ്മുടെ ചാദ്വിക് ബോസ്മാൻ. ആക്ച്വലി ചാദ്വിക് ബോസ്മാൻ ഓഡിഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് പാന്തർ റോളിന് വേണ്ടിയിട്ടേ ആയിരുന്നില്ല. പുള്ളിനെ ഡയറക്റ്റ് ആ ബ്ലാക്ക് പാന്തർ റോളിലേക്ക് വേണ്ടി കാസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ കാരണം തന്നെ പുള്ളി ആ ഓഡിഷന് വന്നിട്ടുണ്ടായിരുന്ന ആ ക്യാരക്ടറാണ്. കാരണം പുള്ളി ഓഡിഷന് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡ്രാക്സ് ദ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാരക്ടറിനെ ഓഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ആ ക്യാരക്ടറിൻ്റെ ആ ഓഡിഷൻ ടൈമിൽ പുള്ളി ആ ക്യാരക്ടറിനെ പോർട്രേ ചെയ്ത ആ രീതി തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് നമ്മുടെ കിങ് ടിച്ചാലയായിട്ട് പുള്ളിനെ ഡയറക്റ്റ് കാസ്റ്റ് ചെയ്തത്. കാരണം ആ ഡ്രാക്സ് ദ ഡിസ്ട്രോയർ കുറച്ച് കോമഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിരിക്കും. അങ്ങനെ ആ ഒരു ക്യാരക്ടറിനെ ഒരു കിങ്ങിനെ അത്രയും പവർഫുൾ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു രീതിക്കായിരിക്കും പുള്ളിയുടെ സ്റ്റൈലിൽ നമ്മുടെ ചാദ്വിക് ബോസ്മാൻ അവതരിപ്പിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഈ ഒരു ചെറിയ ക്യാരക്ടർ പുള്ളി ഒതുങ്ങണ്ടല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ എന്നാൽ ഒരു കിങ് പോലെ എന്തിനാണ് അവതരിപ്പിക്കുന്നത്, കിങ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ദ കിങ് ഓഫ് വക്കാൻഡ ആയിട്ടുള്ള ബ്ലാക്ക് പാന്തറായിട്ട് നമ്മുടെ ചാദ്വിക് ബോസ്മാനെ ഡയറക്റ്റ് കാസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള വേറൊരു ആക്ടറാണ് നമ്മുടെ ജേക്ക് ജിലൻ ഹാൾ. ആക്ച്വലി പുള്ളി ഓൾമോസ്റ്റ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ ആയിട്ട് കാസ്റ്റ് ആയതായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു ഡയറക്റ്റായിട്ട് നമ്മുടെ ബെനഡിക്റ്റ് കംബർബച്ച് എൻ്റർ ആവുന്നതും അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ റോള് പോകുന്നതും ബെനഡിക്റ്റ് കംബർബച്ച് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആയിട്ട് മാറുന്നതും. പക്ഷേ എന്നാലും പുള്ളിക്ക് അതിനുശേഷം നമ്മുടെ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിലേക്ക് മിസ്റ്റീരിയോ എന്ന് പറഞ്ഞുള്ള ഒരു ക്യാരക്ടറായിട്ട് റീ എൻട്രി ഒക്കെ കിട്ടി ആ പടത്തിൽ തന്നെ അവസാനിപ്പിച്ച് വിടുകയും ചെയ്തു. പക്ഷേ പുള്ളി ഡോക്ടർ സ്ട്രേഞ്ച് ആയിട്ട് കൊള്ളാമായിരിക്കും, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതായത് നമ്മുടെ ചാദ്വിക് ബോസ്മാൻ വന്നിട്ടുള്ളത് ഡ്രാക്സ് ദ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞുള്ള ക്യാരക്ടറിൻ്റെ ഓഡിഷന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡ്രാക്സ് ദ ഡിസ്ട്രോയറിൻ്റെ ആ ഒരു കൺസിഡറേഷൻ ടൈമിൽ ഇവരുടെ ഫസ്റ്റ് കൺസിഡറേഷൻ ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജേസൺ മെമോ ആയിരുന്നു. അങ്ങനെ ആ ടൈമിൽ പുള്ളി ആ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കാരണം അത്യാവശ്യം നല്ലൊരു ഫേമസ് ആയി നിൽക്കുന്ന ടൈമിലായിരുന്നു. പക്ഷേ അതെന്തോ പുള്ളിനെ മാറ്റി പിന്നെ നമ്മുടെ ഡേവ് ബാറ്റിസ്റ്റ വന്നു, ഡ്രാക്സ് ദ ഡിസ്ട്രോയർ ഉണ്ടായി. ഇനി പറയാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് ഇതുവരെ ഞാൻ പറഞ്ഞതിലധികവും
ഒരു ക്യാരക്ടറിന് വേണ്ടി ഓഡിഷൻ ചെയ്യാൻ വന്നിട്ട് അവസാനം അതല്ലാതെ വേറെ തന്നെ ഒരു ക്യാരക്ടറായിട്ട് അവരെ കാസ്റ്റ് ചെയ്യായിരുന്നുണ്ടായിരുന്നത്. പക്ഷേ ഓൾറെഡി ഒരു ക്യാരക്ടറായിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചു, എന്നിട്ട് അതേ ആക്ടറിനെ തന്നെ പിടിച്ചിട്ട് അതേ ആ പടത്തിൻ്റെ ആ സീരീസിൽ അടുത്തൊരു വേറൊരു ക്യാരക്ടറായിട്ട് പ്ലേസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു ആക്ടറാണ് നമ്മുടെ എമ്മ ചാൻ. ആക്ച്വലി ക്യാപ്റ്റൻ മാർവൽ 1 മിനർവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് പുള്ളിക്കാരത്തിനെ കാണിച്ചിട്ടുണ്ടാവും. ഇതേ ഒരു എമ്മ ചാൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തിനെ തന്നെയാണ് പിന്നീട് എറ്റേണൽസ് എന്ന് പറഞ്ഞ പടത്തിൽ സെർസിയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഇതേപോലെയുള്ള വേറൊരു ക്യാരക്ടറാണ് മിഷേൽ യോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടർ. ആക്ച്വലി പുള്ളിക്കാരത്തിനെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 2 നമ്മുടെ യാണ്ടു മരിക്കുമ്പോൾ ഒരുപാട് റാവഞ്ചേഴ്സും അങ്ങനത്തെ കുറേ ഷിപ്പിലൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ അതിൽ ഈ പുള്ളിക്കാരത്തി ഒരു ഷിപ്പിൽ നിൽക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അതേ സെയിം ആക്ട്രസിനെ തന്നെയാണ് പിന്നീട് ഷാങ്ചിയിൽ നമ്മുടെ പുള്ളിക്കാരത്തിൻ്റെ, അതായത് ഷാങ്ചിയുടെ ആൻറ്റി ആയിട്ട് കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ക്വിക്ക് സിൽവറും ക്രേവൻ ദ ഹണ്ടർ എന്നൊന്നും ചോദിക്കരുത്. കാരണം ക്വിക്ക് സിൽവർ നമ്മുടെ MCUലാണ്, ക്രേവൻ ദ ഹണ്ടർ സോണിവേഴ്സ് ആണ്, അത് വേറെയാണ്, മൾട്ടിവേഴ്സ് ആണ്, വിട്ടരുത്. സോ ഇത്രയൊക്കെയാണ് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഓഡിഷൻ ചെയ്യാൻ വന്നിട്ട് അവസാനം വേറൊരു ക്യാരക്ടറായി മാറിയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സ്. സോ ഈ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ എന്താണെന്ന് താഴെ കമൻറ്റായിട്ട് അറിയാം. കാരണം ഇപ്പോൾ ഉള്ള കറണ്ടായിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണോ ബെറ്റർ, അല്ലെങ്കിൽ ഈ ഓഡിഷൻ ചെയ്തവർ തന്നെ ആ ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസൊക്കെ വേണമെന്ന് താഴെ ഇനി കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.